നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതോടുകൂടി UDF കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തുമെന്നാണ് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരായിരിക്കും മുഖ്യമന്ത്രിയാകുക എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ, തർക്കങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. KPCC പ്രസിഡന്റ് അടുത്ത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, ഇത്തവണ UDF അധികാരത്തിലേക്ക് എത്തിയാൽ MLA അല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് വരാൻ സാധ്യതയുണ്ടോ? KPCC പ്രസിഡന്റ് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു, അതിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അതിനു പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയം വായിച്ചെടുത്തൂടെ? അതായത് സണ്ണി ജോസഫ് സുധാകരൻ വിചാരിച്ച ആളൊന്നുമല്ല എന്നുള്ളത് സണ്ണി ജോസഫ് തെളിയിച്ചു. കാരണം അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തിന് ഈ സുധാകരൻ എന്തുകൊണ്ട് കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകാൻ യോഗ്യനല്ല എന്നൊരു നീണ്ട പ്രബന്ധം എഴുതി ലെറ്റർപാഡിൽ തന്നെ അങ്ങോട്ട് കൊടുത്തിരുന്നു. അപ്പോൾ സണ്ണി ജോസഫ് അവരുടെ കൂടെ, സുധാകരൻ്റെ കൂടെയാണെന്നാണ് സുധാകരൻ ധരിച്ചിരുന്നത്. സണ്ണി ജോസഫ് അവരുടെ ഒന്നും കൂടെ ഇല്ല. സണ്ണി ജോസഫ് VD സതീശന്റെ കൂടെയാണെന്നാണ് സതീശൻ ധരിച്ചിരുന്നത്. ചെന്നിത്തലയുടെ കൂടെയാണെന്ന് ചെന്നിത്തലയും ധരിച്ചിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ അല്ല എന്നാണ് ഇപ്പോൾ സണ്ണി ജോസഫ് ഈ പ്രതികരണം വഴി തെളിയിച്ചിരിക്കുന്നത്. സണ്ണി ജോസഫ് ആരുടെയും കളത്തിൽ ഒതുങ്ങുന്നതല്ല എന്നാണോ, അതോ ഹൈക്കമാൻഡിന്റെ കളത്തിൽ മാത്രമാണ് ഞാൻ നിൽക്കുന്നതെന്നാണോ? ഞാനാണ് KPCC പ്രസിഡന്റ്, എനിക്ക് ഇതിൻ്റെ അകത്തൊരു സേ ഉണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കുന്നതാണല്ലോ അദ്ദേഹം പറയുന്നത്. എനിക്കും കൂടി അതിൽ അവകാശമുണ്ട്. സതീശനാകണമെന്നില്ല, ചെന്നിത്തല ആകണമെന്നില്ല. അതാണ് MLA അല്ലാത്തൊരാൾ വരും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ KC വേണുഗോപാൽ ആണ് വരേണ്ടത് എന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് നമുക്ക് കരുതാം. ഇനി അതിൻ്റെ ഇടയ്ക്ക് ശശി തരൂര് പറയുകയാണ് അതല്ല. ശശി തരൂരിന് സമ്മർദ്ദ തന്ത്രങ്ങൾ അറിയാമല്ലോ. കാരണം അദ്ദേഹം സമ്മർദ്ദം പ്രയോഗിച്ചിട്ട് അദ്ദേഹം BJPയുടെ കൂടെ എപ്പോൾ വരും എന്ന് നമ്മളെല്ലാം കാത്തിരുന്നതാണ്. അദ്ദേഹം പെട്ടെന്ന് അവർ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ ചേർന്നു. മറ്റേ പ്രത്യേക ക്ഷണിതാവോ എന്തൊക്കെയാക്കിയില്ലേ വർക്കിംഗ് കമ്മിറ്റിയിൽ. അപ്പോൾ ആ സമ്മർദ്ദതന്ത്രം പ്രയോഗിച്ചിട്ട് നിങ്ങൾ എന്നെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ഞാൻ BJP ചേരുന്ന ശശി തരൂർ അവസാന ഘട്ടത്തിൽ പറഞ്ഞാലോ? അപ്പോൾ സണ്ണി ജോസഫ് അപ്പോൾ ആരുടെ കൂടെ നിൽക്കും? KC വേണുഗോപാലിൻ്റെ കൂടെ നിൽക്കുമോ, തരൂരിൻ്റെ കൂടെ നിൽക്കുമോ? അപ്പോൾ സണ്ണി ജോസഫ് ഒരു പൊസിഷൻ എടുക്കണ്ടേ ആ സമയത്ത് ആ കണ്ണൂർ ഭാഗത്തെ രാഷ്ട്രീയമൊക്കെ വെച്ചിട്ട് മറ്റേ KCയുടെ കൂടെ നിന്നില്ല എന്നും വരും സണ്ണി ജോസഫേ. അപ്പോൾ സണ്ണി ജോസഫ് മൊത്തത്തിൽ ഒരു ആശയക്കുഴപ്പം കോൺഗ്രസ് അണികളിൽ ഇപ്പോൾ വിതച്ചിരിക്കുകയാണ്. ഇപ്പോൾ ജില്ലാടിസ്ഥാനത്തിൽ പല ആളുകളും മറ്റേ ആലപ്പുഴ ജില്ലയിൽ നിന്ന് മുഖ്യമന്ത്രി വേണം എന്ന് ചിലർ പറയുന്നില്ലേ. ഷിയാസ് കൊച്ചിയിൽ മത്സരിച്ച ഷിയാസ് പറയുന്നു ഇല്ല എറണാകുളം ജില്ലയിൽ വേണം എന്ന് പറയുന്നില്ലേ. VD സതീശനെ അദ്ദേഹം അനുകൂലിക്കുന്നത്. സത്യത്തിൽ ഷിയാസ് ആണ് ഈ ചർച്ചയ്ക്ക് തുടക്കം ഇട്ടതെന്ന്. കാരണം പിന്നീട് എല്ലാവരും ഷിയാസ് പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രി ചർച്ചയായിട്ട് മുന്നോട്ട് പോരുന്നത് മുരളീധരൻ വരെ കഴിഞ്ഞ ദിവസം പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ മുരളീധരൻ വരെ അത്തരം കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞത് കോൺഗ്രസിനുള്ളിൽ കൃത്യമായ ഒരു ചർച്ച ഒപ്പിച്ചെടുക്കാനായിട്ട് VD സതീശൻ ടീം പ്ലാൻ ചെയ്തു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, അതങ്ങനെ പ്ലാൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഷിയാസ് അങ്ങനെ പറഞ്ഞത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഒരു കാര്യം വ്യക്തമാക്കിയപ്പെട്ടു. എന്താണ്? VD സതീശൻ്റെ സ്റ്റാഞ്ച്മാൻ ആര്? അത് ഷിയാസാണ് അല്ലേ? ഷിയാസിന് വേണ്ടിയിട്ടാണ് VD സതീശന് ബഹളം ഉണ്ടാക്കിയത്. സീറ്റ് വാങ്ങിക്കാനായിട്ട് സീറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രമാത്രം VD സതീശൻ ഗുസ്തി പിടിച്ച് മറ്റൊരാളില്ല. ഷിയാസിന് സീറ്റ് കൊടുത്തേ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ മത്സരിക്കില്ല എന്നുള്ള നിലപാട് വരെ എടുക്കാൻ VD സതീശൻ തയ്യാറായെന്ന് പറഞ്ഞാൽ അത്രമാത്രം ഷിയാസ് VD സതീശന് വേണ്ടപ്പെട്ടവനാണ്. അപ്പോൾ ഷിയാസ് പറയുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ് മുഖ്യമന്ത്രി വരേണ്ടതെന്ന് ഒരു കാര്യമില്ല പറയേണ്ടത്. അങ്ങനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, VD സതീശൻ മുഖ്യമന്ത്രി ആവണം എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഷിയാസ് അപ്പോൾ ആലോചിക്കേണ്ടത് എറണാകുളം ജില്ലയിൽ നിന്ന് സതീശൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഷിയാസ് മന്ത്രിയാവില്ല. അത് അല്ലെങ്കിലും മന്ത്രിയാവില്ല എന്ന് ഷിയാസിനറിയാം. അതാണ് കാരണം. അപ്പം അത് മാത്രമല്ല, ഷിയാസ് വളരെ സത്യസന്ധമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടുന്ന ഒരാളാണ്. ഷിയാസ് ഷിയാസിനെ മന്ത്രി ആക്കാം സതീശന്. ചിലപ്പോൾ ഷിയാസിന് മുസ്ലിം പ്രാതിനിധ്യം കോൺഗ്രസിൽ നിന്നുള്ള അതൊക്കെ വേണമെങ്കിൽ ആകാം. അത് സതീശൻ അതൊക്കെ ചെയ്യും. അത് പ്രത്യേകിച്ച് ഷിയാസ് പറയേണ്ട കാര്യമില്ല.
സതീശനെ പക്ഷെ മുഖ്യമന്ത്രി ആണോന്ന് പറയാൻ ഒരാൾ വേണ്ടേ? അത് വേണം. അത് ഷിയാസ് അല്ല, കൃത്യമായിട്ട് ജോലി നിർവഹിച്ചു. സതീശൻ എത്രയോ കാലം കൊണ്ട് സ്വയം വിചാരിക്കുന്നില്ല ഞാനാണ് മുഖ്യമന്ത്രി, ഞാൻ എന്നേക്കാൾ. ഇപ്പൊ സതീശൻ നേരത്തെ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം വഹിക്കാൻ ആരും വരണ്ട, ഞാനാണ് അതിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ അർത്ഥം കൂടിയുണ്ട്. വിജയിച്ചാലും ആരും ക്രെഡിറ്റ് എടുക്കാൻ വേണ്ട, അത് എൻ്റെ കഴിവ് കൊണ്ടാണ്, അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എനിക്ക് ആ കസേര എനിക്ക് അവകാശപ്പെട്ടാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ സംശയം ഈ VD സതീശൻ ഏതെങ്കിലും ഒരു നല്ല സമരം നയിച്ച് ഒരു ജനകീയ പ്രശ്നത്തിൽ ഇടപെട്ട് ഒരു മന്ത്രിയായിട്ട് സേവനം അനുഷ്ഠിച്ച് അങ്ങനെ എപ്പോഴെങ്കിലും മലയാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരാളാണോ? അല്ലാത്ത VD സതീശൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവകാശവാദമായിട്ട് മുന്നോട്ട് പോകുന്നത്? അതാണ് ഈ സതീശന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു കീറാമുട്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശശി തരൂര് അവകാശം ഉന്നയിക്കുമ്പോൾ ഞാൻ കേന്ദ്രത്തിൽ വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു, ഞാൻ UN അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിരത്താൻ കുറേ കാര്യങ്ങളുണ്ട്. സതീശൻ മന്ത്രി പോലും ആയിട്ടില്ല. സതീശനെ ഉമ്മൻചാണ്ടി മന്ത്രിയാക്കാമെന്ന് വാക്ക് കൊടുത്തിട്ട് തട്ടിക്കളഞ്ഞിട്ടുണ്ട് മുമ്പ്. അപ്പോൾ മറ്റേ ഭരണപരിചയം ഇല്ല സതീശന് എന്ന് പറഞ്ഞിട്ട് ചെന്നിത്തലയ്ക്ക് ആ കാര്യം ഉന്നയിക്കാം. ഭരണപരിചയം ചെന്നിത്തല വലിയ ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്നല്ലേ, മറ്റേ ആള് മന്ത്രിയായിരുന്നാണ്, പ്രതിപക്ഷ നേതാവായിരുന്നു, ആഭ്യന്തരമന്ത്രിയായിരുന്നു. സത്യത്തിൽ KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥികളാണ് പട്ടികയിൽ കൂടുതൽ. ആകെയുള്ള പ്രശ്നം KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ ജയിക്കുകയും കൂടി വേണമല്ലോ. അവരൊക്കെ ജയിച്ചാലേ UDF അധികാരത്തിൽ വരുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ. ഇതിന്റെ അകത്തുള്ള ഞാൻ ഇനി പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം അതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മെയ് 4-ന് ശേഷം ഷിയാസ് പറയുമോ എറണാകുളം ജില്ലയിൽ നിന്ന് വേണം പ്രതിപക്ഷ നേതാവെന്ന്? അങ്ങനത്തെ പോസിബിലിറ്റീസും കിടക്കുന്നുണ്ട്. LDF ആണ് ജയിക്കുന്നതെങ്കിൽ എന്ത് പറയും? സാർ, ഇതൊക്കെ ആണെങ്കിലും ആത്യന്തികമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നൂലിൽ കെട്ടി ഇറങ്ങി ഈ പറയുന്ന KC വേണുഗോപാൽ വരും. UDF ഭരണത്തിലേക്ക് എത്തിയാൽ KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും. അതിനെ തടഞ്ഞിരുത്താൻ രമേശ് ചെന്നിത്തലയ്ക്കോ VD സതീശനോ മറ്റ് നേതാക്കളോ ഒന്നും കഴിയില്ല. ഇത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡിനെ ധിക്കരിച്ച ഒരു ചരിത്രമൊന്നും കോൺഗ്രസിൻ്റെ ഒരു കഴിഞ്ഞ കുറേ കാലത്തുണ്ട്. സിനിജി പറഞ്ഞെടുത്താണ് ഞാൻ ഇത് നോക്കുന്നുണ്ട് ശശി തരൂരിന് സാധ്യത കൂടുന്നത്. കാരണം വേണുഗോപാലിനെ തട്ടിക്കളയാൻ വേണ്ടിയിട്ട് ചെന്നിത്തലയും മറ്റേ സതീശനും ഒക്കെ സണ്ണിയൊക്കെ എന്നാ പിന്നെ ശശി തരൂരായിക്കോട്ടെ എന്ന് പറയാമല്ലോ. എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഹോഴ്സ് എന്ന് പറയില്ലേ, കറുത്ത കുതിര, വേറൊരുത്തനെ തട്ടിക്കളയാനായിട്ട് വേറൊരാളെ പറയുക എന്ന് പറയുന്നത്. ആ സമയത്ത് ന്യൂനപക്ഷങ്ങൾ ഇല്ലേ ഒക്കെ തരൂരിനെ അവർക്ക് വലിയ ഇഷ്ടമല്ല. മുസ്ലിം ലീഗും പിന്തുണച്ചേക്കും. വിശ്വഗുരു അല്ലേ, അല്ല വിശ്വഗുരുവോ വിശ്വപൗരൻ? വിശ്വഗുരു മോദിയാണ് ആ സ്ഥാനം. അല്ല സാർ, അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നത് ഹൈക്കമാൻഡിൽ നിന്നൊരു തീരുമാനം, അതായത് രാഹുൽ ഗാന്ധി ഒരു തീരുമാനം എടുത്താൽ, സോണിയാഗാന്ധി ഒരു തീരുമാനം എടുത്താൽ, ഖാർഗെ അത് നടപ്പാക്കുന്ന രീതിയിലൊരു ഉത്തരവായിട്ട് പുറത്തേക്ക് വരുത്തിയാൽ പിന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയല്ല, ഈ കോൺഗ്രസിന്റെ അകത്ത് മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്ന ഒരുപാട് ഘട്ടങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ആ കാലത്ത് തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ നിരീക്ഷകർ വരും. ഇപ്പൊ ചിലപ്പോൾ തൈക്കാട് ഗസ്റ്റ് ഹൗസിലായിരിക്കില്ല, മാസ്കട്ട് ഹോട്ടലിലായിരിക്കും. ആ നിരീക്ഷകർ വന്നിട്ട് അവർ താമസിക്കുന്ന മുറിയിലേക്ക് MLA-മാരെ വിളിക്കും ഒന്നൊന്നായിട്ട്. ഇത് ഒരുപാട് മണിക്കൂറുകൾ ഞാൻ കാത്തു നിന്നിട്ടുണ്ട്. ആ മുറി പോയിട്ട് വരുന്ന MLA-യോട് നമ്മൾ ചോദിക്കുക എന്താണ് അവർ ചോദിച്ചതെന്നൊക്കെ. അപ്പം നിങ്ങൾ ആരുടെ കൂടെയാണ് എന്നുള്ളത്, അപ്പോൾ ഏത് ആളുടെ കൂടെയാണ് കൂടുതൽ MLA-മാരെന്ന് ഈ നിരീക്ഷകർ കണ്ടുപിടിക്കും. ആ ഡിറ്റക്റ്റീവ് പരിപാടിക്കാണ് അവർ വരുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ ഈ സോണിയാഗാന്ധിക്കോ മറ്റേ രാഹുൽ ഗാന്ധിക്കോ റിപ്പോർട്ട് കൊടുക്കും, ഇന്ന ആൾക്കാണ് കൂടുതൽ MLA എന്നുള്ളത്. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അട്ടിമറിക്കുന്ന കാര്യമാണ് ഈ സിനിജി പറയുന്നത്. അവർക്ക് വേണ്ട ആളുകളുടെ പേര് പറഞ്ഞിട്ട് ഇയാൾക്കാണ് കൂടുതൽ MLA-മാരെന്ന് അവര് പറയും. അതാണ് ആ ഘട്ടം. അല്ല, ഇപ്പൊ കഴിഞ്ഞോടെ ഇങ്ങനത്തെ ഒരു തർക്കം ഉണ്ടായിരുന്നല്ലോ. കാരണം ആര് പ്രതിപക്ഷ നേതാവാണ്, കൂടുതൽ MLA-മാര് സതീശന്റെ കൂടെ ആയിരുന്നില്ലെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ആയിരിക്കണം എന്നില്ല അല്ലേ? അതെ, അതായത് രമേശ് ചെന്നിത്തലയുടെ കൂടെ ആയിരുന്നു കൂടുതൽ MLA-മാരെന്നാണ് പറയണം. അതായത് സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ അതല്ല ഇനിയിപ്പോഴത്തെ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവാകുമ്പോഴേ VD സതീശന്റെ കൂടെ ആയിരുന്നില്ല കൂടുതൽ MLA-മാരെന്നാണ് ചെന്നിത്തല പറയണത്.
പക്ഷെ എന്നിട്ട് മാറിയില്ലേ? എന്നിട്ട് മാറിപ്പോയില്ല. അല്ല, എന്നിട്ട് മാറി എന്താ വെച്ചാൽ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയാത്തതുകൊണ്ട് UDF അധികാരം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനി ഒരു മാറ്റത്തിന് ശ്രമിച്ചുകൂടെ എന്ന് VD സതീശന്റെ നിലപാടിനോട് പലരും യോജിച്ചു. ഇത്തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം വന്നപ്പോൾ ആദ്യഘട്ടം വന്നപ്പോൾ രമേശ് ചെന്നിത്തലയോട് അനുകൂലിക്കുന്ന ആളുകൾക്കാണ് കൂടുതലും സീറ്റ് ലഭിച്ചത്. അത് കൃത്യമായിട്ട് കണ്ടറിഞ്ഞിട്ട് പിന്നീട് KC വേണുഗോപാലും VD സതീശനും അവർക്ക് ആവശ്യമുള്ള കുറെ പേരെ നിർത്തി. ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഈ എന്തുകൊണ്ടാണ് ഈ ഷിയാസിന് സീറ്റ് കിട്ടിയത്? തൻ്റെ കൂടെ ആളില്ല എന്ന് VD സതീശൻ തിരിച്ചറിഞ്ഞപ്പോൾ അതിനു വേണ്ടിയിട്ട് ശക്തമായിട്ട് വാദം ഉന്നയിച്ചു. ഇപ്പം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് എത്ര പേർ വന്നാലും അതിൽ ഏറിയ പങ്കും KC വേണുഗോപാൽ പറയുന്ന ഹൈക്കമാൻഡ് എടുക്കുന്ന നിലപാടിനൊപ്പം നിൽക്കണം എന്ന് ചിന്തിക്കുന്നവരായിരിക്കില്ലേ? അല്ലാതെ രമേശ് ചെന്നിത്തല കുറച്ച് സീനിയറാണ്, 2 തവണ മന്ത്രിയൊക്കെ. രമേശ് ചെന്നിത്തലയ്ക്ക് ആള് കുറവാണ് പൊതുവെ ഈ തെരഞ്ഞെടുപ്പിൽ നിർത്തിയിരിക്കുന്നത്. അയാളുടെ ആളെയും ജോസഫ് വാഴക്കനെ ഇലക്ഷൻ കമ്മിറ്റിയിലായിരുന്നു. മാത്രമല്ല ജോസഫ് വാഴക്കനൊക്കെ ഇയാളെ ഉറപ്പെടുത്തിരുത്തി തട്ടിപ്പോയില്ലേ. അപ്പൊ പിന്നെ എന്ത് സംഭവിക്കും? അപ്പോൾ ഈ പറയുന്ന പോലെ KC വേണുഗോപാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ശശി തരൂർ അതിലേക്ക് എന്ന് എത്തുമോ കാര്യങ്ങൾ? അല്ല, KC വേണുഗോപാലായിരിക്കും അതിന്റെ ഒരു ഫൾക്രം. പുള്ളിയായിരിക്കും അത് തീരുമാനിക്കുന്നത്. പുള്ളി വേണമെന്ന് പക്ഷെ പുള്ളിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അത് പുള്ളി വേറെ ആളുകളെ കൊണ്ട് ഹൈക്കമാൻഡിനോട് പറയിക്കണം. അതിനുള്ള സാധ്യതയാണ് സണ്ണി ജോസഫ്. അതാണ് സണ്ണി ജോസഫിന്റെ രംഗപ്രവേശം. കാരണം എന്താന്ന് വെച്ചാൽ സണ്ണി ജോസഫും കണ്ണൂരിൽ നിന്നുള്ള ആളാണല്ലോ, വേണുവും കണ്ണൂരിൽ നിന്നുള്ള ആളാണ്. അവർ രണ്ടുപേരും കൂടി സുധാകരനെ ഒതുക്കി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് മന്ത്രിസഭ ഉണ്ടാവുമ്പോൾ സുധാകരന് വലിയ വകുപ്പും മന്ത്രിയൊക്കെ ആക്കണം. സണ്ണി ജോസഫിന് മന്ത്രിയാകാൻ പറ്റില്ല. സുധാകരൻ മന്ത്രിയായി കഴിഞ്ഞാൽ സണ്ണിക്ക് മന്ത്രിയാകാൻ പറ്റില്ല. KC വേണുഗോപാലാണെങ്കിൽ സണ്ണി ജോസഫ് ഷുവർ മന്ത്രിയാ. ആ ഡീലാണ് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്തത്. സുധാകരനെ തട്ടുമ്പോ സണ്ണിക്ക് ആവണമെന്ന്. അപ്പോൾ സണ്ണിയുടെ പ്രിഫറൻസ് KC വേണുഗോപാൽ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, ഇനി KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവുന്നത് കൊണ്ട് സണ്ണിക്ക് മന്ത്രിയാകാൻ പറ്റില്ല. ഒരേ ജില്ലക്കാരാണ്. ന്യൂനപക്ഷം പ്രയോഗിക്കാം, ന്യൂനപക്ഷം. ഇനി അത് കടുത്തു വന്നു കഴിഞ്ഞാൽ സണ്ണി ജോസഫ് എന്നാ പിന്നെ ശശി തരൂർ ആകട്ടെ എന്ന് പറയാനും സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.